ഇന്ന് നമ്മൾ പഠിക്കുന്നത് രണ്ട് സ്ട്രക്ചേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഹാവിങ് ബീൻ പ്ലസ് നൗൺ ആൻഡ് ബീയിങ് പ്ലസ് നൗൺ. ഹാവിങ് ബീൻ എന്നതിൻ്റെ കൂടെ ഒരു നൗൺ ഉപയോഗിക്കുന്നതും ബീയിങ് എന്നതിൻ്റെ കൂടെ ഒരു നൗൺ ഉപയോഗിക്കുന്നതും തമ്മിൽ എന്താണ് ഡിഫറൻസ്? ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഹാവിങ് ബീൻ പ്ലസ് നൗൺ എന്ന് പറയുമ്പോഴും ബീയിങ് പ്ലസ് നൗൺ എന്ന് പറയുമ്പോഴും ഇത് രണ്ടും സ്റ്റേറ്റ് അല്ലെങ്കിൽ കണ്ടീഷനെ കാണിക്കുന്നതാണ്. ഹാവിങ് ബീൻ പ്ലസ് നൗൺ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഹാവിങ് ബീൻ എ ടീച്ചർ, അത് ഒരു പാസ്റ്റ് സ്റ്റേറ്റിനെയാണ് കാണിക്കുന്നത്. ഹാവിങ് ബീൻ പ്ലസ് നൗൺ എന്ന് ഉപയോഗിക്കുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഒരു പാസ്റ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ കണ്ടീഷനെയാണ്. അതിന് പ്രസൻറ്റുമായിട്ട് ഒരു കണക്ഷനുണ്ട്. ഇപ്പോൾ ഹാവിങ് ബീൻ എ ടീച്ചർ ഫോർ 10 years ഷീ നോസ് ഹൗ ടു ഹാൻഡിൽ ഡിഫിക്കൽട്ട് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ 10 years എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീച്ചറാണ് അവൾ. ഹാവിങ് ബീൻ എ ടീച്ചർ ഫോർ 10 years, അവളുടെ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. 10 years ടീച്ചറായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീച്ചർ ആയതുകൊണ്ടാണ് ഷീ നോസ് ഹൗ ടു ഹാൻഡിൽ ഡിഫിക്കൽട്ട് സ്റ്റുഡൻസ്. അപ്പോൾ ആ ഒരു പാസ്റ്റ് സ്റ്റേറ്റ് എന്തായിരുന്നു? ഒരു ടീച്ചറായിരുന്നു. അതുകൊണ്ടാണ്, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഷീ നോസ് ഹൗ ടു ഹാൻഡിൽ ഡിഫിക്കൽട്ട് സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് പാസ്റ്റ് കണ്ടീഷനുമായിട്ട് അല്ലെങ്കിൽ പാസ്റ്റ് സ്റ്റേറ്റുമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ ആയതുകൊണ്ടാണ് പാസ്റ്റ് സ്റ്റേറ്റ് ഒരു ടീച്ചറായിരുന്നു, പാസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്ന അവളൊരു ടീച്ചറായിരുന്നു. അതുകൊണ്ട് ഷീ നോസ് ഹൗ ടു ഹാൻഡിൽ ഡിഫിക്കൽട്ട് സ്റ്റുഡൻസ്. ഹാവിങ് ബീൻ എ ഡോക്ടർ ഫോർ 20 years ഹി ഹാസ് സീൻ മെനി പേഷ്യൻസ്. 20 years ഒരു ഡോക്ടറായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഹി ഹാസ് സീൻ മെനി പേഷ്യൻസ്, ഒരുപാട് ആളുകളെ, ഒരുപാട് രോഗികളെ കണ്ടിട്ടുണ്ട്. ഹി ഹാസ് സീൻ മെനി പേഷ്യൻസ്. അതെന്തുകൊണ്ടാണ്? ഹാവിങ് ബീൻ എ ഡോക്ടർ ഫോർ 20 years, ഹാവിങ് ബീൻ എ ഡോക്ടർ. അപ്പോൾ ഹാവിങ് ബീൻ കഴിഞ്ഞിട്ട് ഒരു നൗണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ എംഫസൈസ് ചെയ്യുന്നത് പാസ്റ്റ് എക്സ്പീരിയൻസിനെയാണ്, പാസ്റ്റ് സ്റ്റേറ്റിനെയാണ്. ഹാവിങ് ബീൻ എ ഷെഫ് ഹീ നോസ് ഹൗ ടു കുക്ക് ഡെലീഷ്യസ് മീൽസ്. വളരെ രുചികരമായ മീൽസ് ഉണ്ടാക്കുന്നതിന് അദ്ദേഹത്തിന് അറിയാം. അത് അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് കാരണമാണ്, പാസ്റ്റ് സ്റ്റേറ്റ് കാരണമാണ്. ഹാവിങ് ബീൻ എ ഷെഫ്. ഇനി ഹാവിങ് ബീൻ്റെ ഒപ്പം നൗൺ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അത് പാസ്റ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ കണ്ടീഷനെയാണ് കാണിക്കുന്നത്. അതേസമയം ബീയിങ്ങിൻ്റെ കൂടെ നൗൺ ഉപയോഗിച്ചാലോ, ബീയിങ് പ്ലസ് നൗൺ, ബീയിങ് എ ടീച്ചർ, അത് ഒരു ജനറൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ കറൻറ്റ് സ്റ്റേറ്റിനെയാണ് കാണിക്കുന്നത്, ഇപ്പോഴത്തെ കണ്ടീഷൻ, ഇപ്പോഴത്തെ സ്റ്റേറ്റ്. ബീയിങ് എ ടീച്ചർ ഈസ് എ ചലഞ്ചിങ് ജോബ്. ബീയിങ് എ ടീച്ചർ, ഒരു ടീച്ചർ ആയിരിക്കുക എന്നത് അതൊരു ജനറലായിട്ടുള്ള കാര്യമാണ് പറയുന്നത്, ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജോബാണ്. ബീയിങ് എ പാരൻറ്റ് ഈസ് എ ബിഗ് റെസ്പോൺസിബിലിറ്റി, ഒരു വലിയ ഉത്തരവാദിത്വമാണ്. എന്ത്? ബീയിങ് എ പാരൻറ്റ് എന്നത്, ഒരു രക്ഷാകർത്താവ് ആയിരിക്കുക എന്നത്. ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ അത് ജനറലായിട്ടുള്ള ഒരു സ്റ്റേറ്റിനെ പറ്റിയാണ് പറയുന്നത്. അതല്ലെങ്കിൽ നമുക്ക് കറൻറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റിനെ പറ്റി പറയാം. ബീയിങ് എ മ്യൂസിഷ്യൻ ഐ അണ്ടർസ്റ്റാൻഡ് റിതം. ഒരു മ്യൂസീഷ്യൻ ആയിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ അതാണ്, ഇപ്പോൾ ഞാനൊരു മ്യൂസീഷ്യനാണ്, അതുകൊണ്ട് ഐ നോ റിതം, റിതം ഒക്കെ എനിക്കറിയാം. ബീയിങ് എ സ്റ്റോറി ടെല്ലർ ഐ എൻജോയ് സ്റ്റോറി ടെല്ലിങ്. ഒരു സ്റ്റോറി ടെല്ലർ ആയിരിക്കുന്നത് കൊണ്ട് ഞാൻ എൻജോയ് ചെയ്യുന്നു സ്റ്റോറി ടെല്ലിങ്. അപ്പോൾ ബീയിങ് എ ടീച്ചർ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ജനറലായിട്ടുള്ള ഒരു സ്റ്റേറ്റിനെ പറ്റി പറയുമ്പോഴും നമുക്ക് ബീയിങ് ഉപയോഗിക്കാം. അതേസമയം ഹാവിങ് ബീൻ എ ടീച്ചർ എന്ന് പറയുമ്പോൾ പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഇത് ഉപയോഗിക്കുമ്പോൾ ഹാവിങ് ബീൻ ഉപയോഗിക്കുമ്പോഴും അതുപോലെ തന്നെ ബീയിങ് ഉപയോഗിക്കുമ്പോഴും ചില മിസ്റ്റേക്സൊക്കെ കോമൺ ആയിട്ട് വരുത്തുന്നതായിട്ട് ഉണ്ട്. അതിൽ 1-2 പറയാം. ഒന്നാമത്തത്, ഹാവിങ് ബീൻ എ ബോസ് ഐ സൈൻ കോൺട്രാക്ട്സ് എവരി ഡേ. ഞാൻ ഒരു ബോസ് ആയിരുന്നത് കൊണ്ട്, അതായത് പാസ്റ്റിലെ കാര്യമാണ് പറയുന്നത്, പക്ഷേ എല്ലാ ദിവസവും ഞാൻ എന്ത് ചെയ്യുന്നു? സൈൻ കോൺട്രാക്ട്സ് എവരി ഡേ, കോൺട്രാക്ട്സുകൾ സൈൻ ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? ഹാവിങ് ബീൻ എ ബോസ് എന്നത് തെറ്റാണ്. ബീയിങ് എ ബോസ് ഐ സൈൻ കോൺട്രാക്ട്സ് എവരി ഡേ.
ഒരു ബോസ് ആയിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു ജോബിൻ്റെ ഒരു ഭാഗമാണത്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ചെയ്യേണ്ടി വരുന്നു. കോൺട്രാക്ട്സ് ഒക്കെ സൈൻ ചെയ്യേണ്ടി വരാറുണ്ട്. അത് ബീയിങ് എ ബോസ് ആണ് വേണ്ടത്. ബീയിങ് എ ബോസ് ലാസ്റ്റ് ഇയർ ഐ റിട്ടയേർഡ്. ബീയിങ് എ ബോസ് ലാസ്റ്റ് ഇയർ ഐ റിട്ടയേർഡ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇയർ ഞാൻ റിട്ടയർ ചെയ്ത കാര്യമല്ലേ പറയുന്നത്. അപ്പോൾ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ അത്. ലാസ്റ്റ് ഇയർ ഞാൻ റിട്ടയർ ചെയ്തു. കുറേ നാൾ ഞാൻ ബോസ് ആയിരുന്നു. ഹാവിങ് ബീൻ എ ബോസ് ഐ റിട്ടയേർഡ് എന്നാണ് ലാസ്റ്റ് ഇയർ ഐ റിട്ടയേർഡ്. ഹാവിങ് ബീൻ എ ബോസ് ലാസ്റ്റ് ഇയർ ഐ റിട്ടയേർഡ് എന്നാണ് പറയേണ്ടത്. ബീയിങ് എ ബോസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ബോസ് ആയിരിക്കുന്ന ഈ ഒരവസ്ഥയിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് തെറ്റാണ്. അവിടെ ഹാവിങ് ബീൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഹാവിങ് ബീൻ പ്ലസ് നൗൺ ഉപയോഗിക്കുന്നതും ബീയിങ് പ്ലസ് നൗൺ ഉപയോഗിക്കുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്.